ആവേ 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 മരിയ, ആവേ 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 മരിയ. ആന്റി, കാണുന്നില്ലല്ലോ. മരിച്ചു കാണും, സാധ്യതയുണ്ട്. അതെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. എന്താ സൂര്യചന്ദ്രന്മാരിത്തര രാവിലെ? അതെന്ത് ചോദ്യം ആന്റി? ഞങ്ങൾക്ക് എപ്പോ വേണോ ഇവിടെ വന്നൂടെ? ഞങ്ങള് BPL കാരല്ലേ? ബിപിഎല്ലോ? അതെ, ബിലോ പോവർട്ടി ലൈൻ, ദരിദ്രരേഖയ്ക്ക് താഴെ. ഓ, എന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആന്റിക്കും അങ്കിളിനും വല്ല നിർബന്ധമുണ്ടോ? അത് പിന്നെ പ്രോബ്ലം അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നോ പ്രോബ്ലം. എന്നാ വേഗം വിട്ടോ, ഞങ്ങൾക്ക് ഇത്തിരി വർക്കേണ്ട ദിവസാ. എന്താ ആന്റി സംസാരത്തിലൊരു ദേഷ്യം പോലെ? എന്ത് ദേഷ്യം? സൂര്യ, നിനക്ക് തോന്നിയില്ലേ ആ, പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞ പോലെ ഒരു അവജ്ഞയും പുച്ചു അല്ലേ തോന്നി? ഞങ്ങൾ പറഞ്ഞത് ആന്റി, വേറെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ആന്റിയും അങ്കിളും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ആരോരുമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ തനി തങ്കത്തിൽ തീർത്ത രണ്ട് സ്വർണ്ണ വിഗ്രഹങ്ങളാണ് ആന്റിയും അങ്കിളും. ദുഃഖഭാരം ചുമക്കുന്ന രണ്ട് കുഞ്ഞാടുകളാണ് ഞങ്ങൾ. ഈ ടെറസ് മേടയിലിരുന്ന് ഞങ്ങളെ കല്ലെറിയരുത്. ചന്ദ്ര, പോകാം. നമ്മളിവരെ ബുദ്ധിമുട്ടിക്കണ്ട. ആന്റിയും അങ്കിളും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന്. അന്ന് കുറ്റബോധം കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയും. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാ വന്നത്? എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. കുറെ പറയാനുണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടിയുണ്ടോ? അടിക്കുമോന്ന്? നേരത്തെ പോണി രണ്ടെണ്ണം വിട്ടു. ഇത് അവളും പോയി നല്ല സന്ദർഭം. ഓക്കെ അങ്കിൾ, അങ്കിൾ, അങ്കിൾ. ഓ, ഞാൻ വേറെന്തോ വിചാരിച്ചു. ഇത് മതിയോ എനിക്ക്? ഇത് ലേഡീസിനുള്ളതല്ലേ? ഈ മാക്സ് ഇട്ടിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതുപോലെ സ്കൂൾ പിള്ളേർക്ക് നാടകം കളിക്കാൻ കൊടുത്തു. ആന്റി, നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കുള്ള വേഷം എനിക്ക് വേണ്ടേ? ആ റോളാണ്. നമ്മുടെ SI ജഗന്നാഥൻ സാറിന്റെ ഒരു ബ്രദർ അല്ലേ, സബ് കളക്ടർ, അങ്ങനെ ഒരു ഡ്രസ് ഇവിടെ അയ്യോ, അതൊന്നും തരാൻ പറ്റില്ല. ആന്റിയുടെ ഈ സ്മാർട്ട്നെസ് ആണ് എനിക്ക് ഇഷ്ടം. പലപ്പോഴും ആന്റിയെ എനിക്ക് അഭിനന്ദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ വാർദ്ധക്യത്തിലും ഇത്രയും യൗവനം കാത്തു സൂക്ഷിക്കുന്നത്. ആന്റിയെ കാണുമ്പോ ജൂഹി ചൗളയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആന്റി, ആന്റി, അതെ, വേറൊരു കാര്യം പറഞ്ഞാൽ ആന്റിക്ക് ഫീൽ ചെയ്യരുത്. ഇല്ല, ആന്റിയും ആന്റിയുടെ ഹസ്ബൻഡും തമ്മിൽ ഒട്ടും ഒരു മാച്ച് അല്ല. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അച്ഛനും മോളും ഇങ്ങനെ നടന്നു പോകുന്ന ഫീലിംഗ് എനിക്കുള്ളത്. ആന്റിക്ക് അതിൽ ഫീലിങ്സ് ഇല്ലേ? അതാണ് മോനെ എന്റെ ആകെയുള്ള ഒരു ദുഃഖം. ഒക്കെ വിധിയാണ് ആന്റി. മോൻ എന്താണ് വേണമെന്ന് പറഞ്ഞത്? അല്ല, അത് നമ്മുടെ SIയുടെ ബ്രദർ, സബ് കളക്ടർ, എക്സിക്യൂട്ടീവ് ഡ്രസ് ഉണ്ട്. അതല്ല അതല്ല, അത് ആ മോളില് അതന്നെ. ഇത് തന്നെ ആന്റി, നമ്മുടെ ചന്ദ്രനെ പറ്റിയ ഒരു ഡ്രസ് കൂടി. ഡോക്ടർ കബീറിന്റെ ഒരു ഡ്രസ് ഇതാ ഇവിടെ, എക്സിക്യൂട്ടീവ്. അത് താങ്ക് യു ആന്റി. നാളെ തന്നെ കൊണ്ടുവരണട്ടോ. അതൊന്നും പറയാൻ പറ്റത്തില്ല, എത്തുമ്പോ എത്തും. എന്താ പറഞ്ഞത്? അതിരാവിലെ തന്നെ എത്തിക്കാൻ പറയായിരുന്നു. ഇത് ഇൻസ്റ്റാൾമെന്റ് സാധനങ്ങളാണ് തോന്നുന്നു. എന്റെ പഴയ ചട്ടിപട്ടി കോടാലി ഇൻസ്റ്റാൾമെന്റ് സാധന. അളിയാ, സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെപ്പിക്കും. ഇല്ല, ഞാൻ തറക്കും. Come on, children, come on, come on. Where are you going? Who are you? What you want? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്റെ നിങ്ങൾ ആരാ? എന്താ ഇവിടെ വേലക്കാരനാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണ്? നിങ്ങളുടെ വീടോ? പിന്നെ എന്താ ഡൗട്ട്? അപ്പൊ അവന്മാരെന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതോ? എവന്മാര് ഇതിന്റെ ഓണർമാർ രണ്ടാള്. അപ്പൊ ഞാൻ അറിയാതെ നീ കാശ് വാങ്ങിച്ച് ഈ വീട് പറഞ്ഞു വിറ്റല്ലേ? ഞാൻ അറിയാതെ നിങ്ങൾ ഇവന്മാരിക്കുന്ന കാശ് മേടിച്ച് വീട് വിറ്റോ? നിങ്ങളല്ല, അവന്മാര്. നിക്ക്, ഇന്ന് നമുക്ക് പദവി റൂട്ട് മാറ്റാം. ഈ നിയോജക മണ്ഡലം വിട്ടൊന്ന് കളിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ആ വാടകക്കാരൻ ഹെൽത്ത് ഓഫീസറുടെ ബൂത്തിൽ ചെന്ന് ചാടിയെന്ന് വരും. ഇന്നാണല്ലോ അങ്കിളും ആന്റിയും ആ വാടകക്കാരന്റെ പടി അടച്ച് പിണ്ടം വെക്കുന്നത്. അവർ പടി അടച്ച് പിണ്ടം വെക്കുകയോ പടി അടക്കാതെ പിണ്ടം വെക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ കാര്യം. നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്? എന്നാലും നമുക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ നല്ലൊരു ഹെൽപ്പ് ചെയ്തില്ലേ? അതുപോലെ നമ്മുടെ കാശും കിട്ടിയില്ലേ? സാറന്മാരെ, ഒരു കാര്യം പറയാനുണ്ട്. ആരാ അത്? ഒരു പരിചയമുള്ള ശബ്ദം. അതെ, ജോലി ശുപാർശ 2000 രൂപ. അവനാണ് വിട്ടോ.
ആയിക്കോട്ടെ, അവൻ പുറകെ തന്നെ ഉണ്ട്. കുറേയുണ്ട്. ഈ റൂട്ടും മാറ്റാം. മാറ്റാം. ഓടല്ലേ നിക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ വളരെ ബിസിയാ. ഇന്നൊരു മിന്നൽ പരിശോധനയുണ്ട്. അതുകൊണ്ട് മിന്നൽ പോലെ പോയിക്കൊണ്ടിരിക്കുക. കാര്യങ്ങൾ കേൾക്കാനുള്ള ടൈം. തനിക്ക് ജോലിയോട് വാ. ബൈ ബൈ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞ പരാതി കൊടുത്തിട്ടോ? ഇത് ചേട്ടന്റെ പാന്റ് ഷർട്ട് ആണല്ലോ. ഹലോ, ഒന്ന് നിൽക്കണേ. ഓഹോ, വണ്ടി തിരിക്കണം. ഒരു അർജന്റ് കാര്യത്തിന് പോകാനുള്ളതാ. അതെ. അയ്യോ, അങ്കിളും ആന്റിയും Bloody rascals. നായിന്റെ മക്കളെ, അവരൊക്കെ എന്താ നിങ്ങൾ ചെയ്തത്? അല്ല, എന്ത് ചെയ്തു? ഞങ്ങള് അങ്കിളിനും ആന്റിക്ക് ഒരു സമ്മാനമായിട്ട് അങ്ങോട്ട് എന്തിനാ ആ വീട് രണ്ടാമത് വിൽക്കാനോ? അയ്യോ, അത് പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ വാടിക്കൊടുത്ത വീട് മാറിപ്പോയി. അതെ. ഇതാരെങ്കിൽ എന്നെ അറിയില്ലേ? ഇല്ല ഇല്ല. I will arrest you. പോലീ- ആ, police. പോലീസോ? Police. അല്ല, Come on. അങ്കിൾ പോലീസിനെ വിളിക്കാൻ നിൽക്കത്തില്ലല്ലോടാ. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കുംഭകോണവും വാണിഭവും പോലുള്ള വൻകിട തരികടകൾ നടത്തുന്ന മാന്യന്മാര് ഇവിടെ നാട് ഭരിച്ച് വിലസുന്നു. ജീവിക്കാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം പറഞ്ഞതിന് നമ്മൾ ലോക്കപ്പിൽ കിടന്ന് കൊതുകടി കൊള്ളുന്നു. അതുകൊണ്ടാണ് കഴുതേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, ചെയ്യുന്നെങ്കിൽ ഒരു അറ്റ കൈയായിരിക്കണം. ഒറ്റയടിക്ക് ഒരു ജന്മം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ളത് അടിച്ചു മാറ്റണം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇവിടെയുള്ള ബ്ലേഡ് കമ്പനികൾ കുത്തി തുറന്ന് ലോക്കറിലുള്ളതെല്ലാം അടിച്ചു മാറ്റാം. 50-50 സമ്മതമാണ്. കയ്യിലടിക്ക്. താൻ എന്താ എന്നെ കുറിച്ച് കരുതി? ജീവിക്കാൻ വേണ്ടി ചില കൊച്ചു കൊച്ചു കള്ളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില കുസൃതികൾ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ലോക്കർ കുത്തി തുറക്കാനും കാശടിച്ചു മാറ്റാനും തന്നെ പോലെ ഞാൻ അധപ്പതിച്ചിട്ടില്ല. നീ അധപ്പതിക്കരുത്. നീ ഉയരങ്ങളിൽ എത്തേണ്ടവനാണ്. എനിക്ക് ജീവിക്കണം, അതിന് കാശാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ എന്ത് വൃത്തികെട്ട മാർഗവും ഞാൻ സ്വീകരിക്കണം. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. ആഹാ. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. അതാ നല്ലത്. പിരിയാം. അയ്യോ, സോറി. ഇവര് തന്ന കംപ്ലൈന്റ് ഇവര് തന്നെ പിൻവലിച്ചത് കൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. ഞങ്ങളല്ല. സോറി, മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ പൊന്നു മക്കളെ നിങ്ങളെ വെറുതെ വിടില്ല. മനസ്സിലായോടാ? പോ. താങ്ക് യു സാർ. വേണ്ട, താങ്ക്സ് പറയണ്ട. ആരോട് ചോദിച്ചിട്ടാ എന്റെ ബ്രദറിന്റെ പാന്റ് ഷർട്ട് എടുത്ത് അവന്മാർക്ക് കൊടുത്തത്? എനിക്ക് അതേ കളറിന്റെ പുതിയ പാന്റ് ഷർട്ട് കൂടെ കിട്ടണം. ഇല്ലെങ്കിൽ ഉണ്ട തിന്നാൻ പോണം നിങ്ങളായിരിക്കും. താങ്ക് യു വെരി മച്ച് സാർ. അത് പറയുന്നതല്ലേ പറഞ്ഞത്. താങ്ക് യു സാർ.